ഉപകരണക്ഷാമം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നെന്ന് മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഓപ്പറേഷന് ആവശ്യമായ വസ്തുക്കൾ രോഗികൾ തന്നെ വാങ്ങിച്ചു നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അപേക്ഷിച്ചും ഇരന്നും മടുത്തു. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഏത് അന്വേഷണം വന്നാലും നേരിടുമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. കാരണം ഒരിക്കൽ സജീവൻ സാർ എന്നെ വിളിപ്പിച്ചിരുന്നു. സജീവൻ സാറിൻ്റെ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല, അവരോട്ട് ഞാൻ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സജീവൻ സാർ വിളിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നതും നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നതും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദമാണ്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ വിഷമവും അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മളൊരു സൈഡ് കാണുകയും നമ്മളൊരു നിസ്സഹായ അവസ്ഥയിൽ ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ആരും സഹായിക്കാനില്ലല്ലോ, നമുക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന അത് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ. നടപടി ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഞാൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ MCH വരെ പഠിച്ച എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നെന്നാണ് മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. ഓപ്പറേഷന് ആവശ്യമായ വസ്തുക്കൾ രോഗികൾ തന്നെ വാങ്ങിച്ചു നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപേക്ഷിച്ചും ഇരന്നും മടുത്തു. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഏത് അന്വേഷണം വന്നാലും നേരിടുമെന്നുമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. ഓപ്പറേഷന് ആവശ്യമായ വസ്തുക്കൾ രോഗികൾ തന്നെ വാങ്ങിച്ചു നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ ഉപകരണക്ഷാമം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നെന്നാണ് മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. അപേക്ഷിച്ചും ഇരന്നും മടുത്തു. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഏത് അന്വേഷണം വന്നാലും നേരിടുമെന്നുമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഉപകരണക്ഷാമം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നെന്നാണ് ഇപ്പോൾ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡോക്ടർ പറഞ്ഞത്? കൂടുതൽ വിവരങ്ങൾ. വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഹാരിസ് ചിറക്കലിന്റേത് എന്നുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ DMAയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായത്. ഇന്നിപ്പോൾ അദ്ദേഹം പ്രതികരണം നടത്തുമ്പോഴും നമുക്ക് പറയാൻ സാധിക്കും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ എന്ത് വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ആ പ്രതികരണം നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം. അതായത് തന്റെ മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ സർജറി ഉപകരണക്ഷാമം കാരണം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിൽ ലജ്ജയും നിരാശയും തോന്നിയതിന്റെ പകരമായിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുണ്ടായിട്ടുള്ള വൈകാരിക പ്രതികരണം തന്നെയാണ് ഡോക്ടർ നടത്തിയത്. പക്ഷേ അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കാനോ അതിനൊരു നടപടി സ്വീകരിക്കാനോ ഒന്നും തന്നെ ആരോഗ്യ വകുപ്പ് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടല്ല ആരോഗ്യ വകുപ്പ് അടക്കം രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വിശദീകരണം അദ്ദേഹത്തിനോട് തേടുമെന്നുള്ള പ്രതികരണം നടത്തിക്കൊണ്ടാണ് ആരോഗ്യ വകുപ്പും DMAയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അതായത് ഒരു വർഷം മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ടത് അദ്ദേഹം യൂറോളജി വകുപ്പ് മേധാവിയാണ്. അതുകൊണ്ട് തന്നെ വകുപ്പിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള പരാതി വേണ്ടപ്പെട്ടവരെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. അത് ആരോഗ്യ വകുപ്പിനെ അടക്കം അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലെ മേലധികാരികളെ മാത്രമല്ല അദ്ദേഹം ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സൂപ്രണ്ടിനെ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു, പ്രിൻസിപ്പളിനെ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു, DMAക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് മന്ത്രിയുടെ ഓഫീസിലെ PS-നെ അടക്കം താൻ ഈ പരാതി ബോധിപ്പിക്കുകയും നടപടികൾ ഉടനടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു വർഷം മുൻപ് തന്നെ പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നടപടി ആരോഗ്യ വകുപ്പിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
അതുണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്നുള്ളതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയാണ്. ഒട്ടനവധി പേർ ദിനംപ്രതി ചികിത്സയ്ക്ക് എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ഉപകരണക്ഷാമം ഉണ്ട്. അതിന്റെ മേലധികാരികൾ തന്നെ പരാതിയുമായിട്ട് രംഗത്ത് എത്തിയിട്ടും അതിലെന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല, കൃത്യമായിട്ട് അതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹം നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ആശുപത്രി അധികാരികളാണ് കൃത്യമായിട്ട് വിവരങ്ങൾ ആരോഗ്യ വകുപ്പിനെ അറിയിക്കാതിരുന്നത്. ആരോഗ്യ വകുപ്പ് ചോദിക്കുമ്പോഴൊക്കെ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഉപകരണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആശുപത്രി മേലധികാരികൾ പറഞ്ഞിരുന്നത്. എന്താണ് കൃത്യം അവസ്ഥ, എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് സൂപ്രണ്ടിനും അതുപോലെ തന്നെ പ്രിൻസിപ്പാളിനും ഒക്കെ അറിയാം. എന്നിട്ടും അത് ആരോഗ്യ വകുപ്പിനെ കൃത്യമായിട്ട് പരാതി അറിയിക്കാനുള്ള മനസ്സ് ഇവർ കാണിച്ചില്ല, ആശുപത്രിയുടെ മേലധികാരികൾ കാണിച്ചില്ല എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇന്നിപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വളരെ നിരാശയോടെയും സങ്കടത്തോടെയുമാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം തന്നെ ഇന്നിപ്പോൾ പ്രതികരണം നടത്തുമ്പോൾ പറയുന്നുണ്ട്, തനിക്കൊപ്പം പഠിച്ച തനിക്കൊപ്പമൊക്കെ ഉണ്ടായിരുന്നവർ സ്വകാര്യ ആശുപത്രിയിൽ പോയി വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ അപ്പോഴും താൻ സാമൂഹ്യ സേവനത്തിന് വേണ്ടി സാധാരണക്കാരെ ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതിന് വേണ്ടി അപ്പോഴും നിലകൊള്ളുകയായിരുന്നു. എന്നിട്ടും തനിക്ക് അതിൽ തന്നെ നീതി പുലർത്താൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. വലിയ നിരാശയോടെ ഒരു സർക്കാർ ആശുപത്രിയിലെ മേലധികാരിയായിട്ട് കൂടിയുള്ള ഒരു ഡോക്ടർ അത് തുറന്നു പറയേണ്ടതായിട്ട് വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ്, അതിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും അത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ 4 അംഗ സമിതിയെ ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. ഈ 4 അംഗ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളായിട്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ അത്തരത്തിലൊരു നടപടി എടുക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനമെടുക്കാൻ തന്നെ ആരോഗ്യവകുപ്പിന് ഇത്രയും വലിയൊരു കാലതാമസം ഉണ്ടായത് എങ്ങനെയാണ്, അത് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഹാരിസ് ചിറക്കലിന്റെ തന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള രേഖകളുണ്ട്, തെളിവുകളുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെങ്കിൽ കൂടിയും ആരെയും ഭയക്കാനില്ല. എന്ത് അന്വേഷണം വന്നാലും ഏത് രീതിക്ക് ചോദ്യം ചെയ്യൽ വന്നാലും അത് നേരിടാൻ താൻ തയ്യാറാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ ഡോക്ടർ നിലകൊള്ളുന്ന സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും സർക്കാർ ആശുപത്രികൾ വളരെ മികച്ചതാണ് നമ്മുടെ സംസ്ഥാനത്തേത് എന്ന് എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വകുപ്പിന് കീഴിലെ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. അതിൽ നേരത്തെ തന്നെ കാര്യം അറിയാതിരുന്നിട്ടും നടപടിയെടുക്കാത്തതാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഗുരുതര വീഴ്ച. ഇതിപ്പോൾ യൂറോളജി വിഭാഗം മേധാവിയാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത്. എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ ഉപകരണക്ഷാമം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് പലപ്പോഴും പലരും അത് പറയാൻ പേടിക്കുന്നു. അത് ഭയം കൊണ്ടാണ് ആരും തുറന്നു പറയാതിരിക്കുന്നത്. അതല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പലരും ഇത് പരാതിയായിട്ട് ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ യൂറോളജി വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ സർജറി തന്നെ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇതിനു മുൻപ് ഒരുപാട് സർജറികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് വരെയുള്ള സർജറികൾ ആശുപത്രിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉപകരണക്ഷാമം കാരണം അത് നടത്താൻ കഴിയാത്ത സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് മെനിഞ്ഞാന്ന് നടക്കാതിരുന്ന ഒരു സർജറിക്ക് പിന്നിലുണ്ടായ വൈകാരികമായിട്ടൊരു പ്രതികരണമായിരുന്നില്ല ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയത്. കാലങ്ങളായിട്ട് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഗതികേടിന്റെ പ്രതിഫലനം കൂടിയാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് തന്നെയാണ്. അത് യൂറോളജി വിഭാഗത്തിലെ ഉപകരണക്ഷാമം മാത്രമല്ല, എല്ലാ വകുപ്പുകളും അത്തരത്തിൽ ഉപകരണക്ഷാമം നേരിടുന്നു. അത് കാരണം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, സർജറികൾ ഉൾപ്പെടെ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 4 അംഗ സമിതിയെ അന്വേഷണത്തിനായിട്ട് നിയോഗിച്ച് അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരാണ്. PS-നെ 1 വർഷം മുമ്പ് തന്നെ ഇക്കാര്യം ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ PS അത് മെഡിക്കൽ കോളേജിൽ വന്ന് ഒരു പക്ഷെ പരിശോധിക്കുകയും മന്ത്രിയെ തന്നെ ആ കാര്യം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. ഇത് മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ,
ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ പ്രതികരണം നടത്തേണ്ടത് ഇനി ആരോഗ്യവകുപ്പ് തന്നെയാണ്. എന്തായാലും താൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹാരിസ് ചിറക്കൽ. ഇതിൽ എന്ത് നിയമ നടപടികൾ ഉണ്ടായാലും എന്ത് തരത്തിലുള്ള അന്വേഷണം ഉണ്ടായാലും അതിനെ നേരിടും, ഭയമില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിന്റെ സാഹചര്യം എന്താണ് എന്നുകൂടിയാണ് പരിശോധിക്കേണ്ടത്. അതിന്റെ ഉത്തരവാദിത്തം ആരോഗ്യവകുപ്പിന് മാത്രമാണ്. ശരി, സൂര്യഗായത്രിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.